ജനുവരി 1 നാളെയാണ് നമ്മൾ ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. തുടർച്ചയായി 9ാമത്തെ തവണയും ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു റെക്കോർഡാണ്. ഇനി നമ്മുടെ ഇന്നത്തെ പോയിന്റ്, ഈ ബഡ്ജറ്റും നമ്മുടെ ഹൽവയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണത്? ബഡ്ജറ്റ് നടക്കുന്നതിന് 2-3 ദിവസം മുമ്പ് ഹൽവ സെറമണി എന്നൊരു സെറമണി ഉണ്ട്. അപ്പോൾ ഒരു വലിയ ചീനച്ചട്ടിയിൽ കുറെ ഹൽവ ഉണ്ടാക്കും. ആ ഹൽവ ആരാണ് സെർവ് ചെയ്യുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനാണ് സെർവ് ചെയ്യുന്നത്. അപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്ററാണ് ഈ ഹൽവ എല്ലാവർക്കും സെർവ് ചെയ്യുന്നത്. ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന എല്ലാ ഓഫീസേഴ്സിനുമൊക്കെ ഈ ഹൽവ സെർവ് ചെയ്യും. എന്തിനാണ് ഇങ്ങനെ സെർവ് ചെയ്യുന്നത്? അതായത് ഇന്ത്യയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വിശ്വാസമാണ്, എന്ത് നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഇത്തിരി മധുരം കഴിക്കുന്നത് നല്ലതാണെന്ന്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. കൂടാതെ ഇപ്പോൾ നമ്മുടെ ഈ ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാ ഓഫീസേഴ്സിനും ഒരു റെസ്പെക്റ്റിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഈ ഹൽവ സെറമണി കഴിഞ്ഞ് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അതിന്റെ പേര് ലോക്കിൻ. ഈ ഹൽവ സെറമണി കഴിഞ്ഞ ശേഷം എല്ലാ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ഓഫീസേഴ്സും ഫോണും നെറ്റും ഒന്നും ഇല്ലാതെ ഒരു റൂമിൽ ഇരിക്കണം. എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ഈ വിവരങ്ങളൊക്കെ, ഈ ബഡ്ജറ്റിന്റെ വിവരങ്ങളൊക്കെ വെളിയിലോട്ട് ചോർന്നു പോകാതിരിക്കാൻ. ഇപ്പോൾ മുംബൈയിലും മറ്റ് ഇന്റർനെറ്റും അങ്ങനത്തെ കണക്ഷൻ ഒന്നും ഉപയോഗിക്കാതെ ബഡ്ജറ്റ് നടക്കുന്നവരെ ഒരു റൂമിനകത്ത് ഇരിക്കണം. അങ്ങനെ ഒരു പരിപാടിയും കൂടെയുണ്ട്, ലോക്കിൻ. അപ്പോൾ ഹൽവയും നമ്മുടെ ഇന്ത്യൻ ബഡ്ജറ്റിന്റെയും കാര്യം മനസ്സിലായല്ലോ.